നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം വ്യാഴത്തിന്റെ രാശിമാറ്റവും അതിനോടനുബന്ധിച്ചുള്ള ഫലവുമാണ് പറയുന്നത്. വ്യാഴം രാശി മാറുകയാണ്. വരുന്ന മെയ് 1-ാം തീയതി ഉച്ചയ്ക്ക് 2:02 വ്യാഴം രാശി മാറുകയാണ്. 2025 മെയ് 15-ാം തീയതി വരെ വ്യാഴം തൽസ്ഥിതി തുടരുന്നതാണ്. നവഗ്രഹങ്ങളിൽ ഏറ്റവും ഫലദാന വിഷയത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന ഗ്രഹമാണ് വ്യാഴം. ശനിയും രാഹുകേതുക്കളും ഒക്കെ അതിനുശേഷം മാത്രമാണ് ഫലദാന വിഷയത്തിൽ സ്വാധീനമുള്ളത്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിന്റെ രാശിമാറ്റം അതിനിർണായകമാണ്. ഓരോ രാശിക്കൂറുകാർക്കും ഫലങ്ങൾ മാറി മറിയുകയാണ്. ഫലങ്ങളെ അറിഞ്ഞിരുന്നുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക, നേട്ടങ്ങൾ ഉണ്ടാകാൻ അത് സഹായിക്കും. അതോടൊപ്പം ഗ്രഹചാരവശാലുള്ള ഫലം മോശമാണ് എന്ന് കരുതി ജീവിതത്തിൽ മോശാനുഭവങ്ങൾ മാത്രം ഉണ്ടാകണമെന്നില്ല. ദശാകാലം അനുകൂലമായാൽ ആ ദോഷങ്ങളൊക്കെ ഇല്ലാതാകുന്നതാണ്. അതേപോലെ തന്നെ ദശാകാലം മോശമായാൽ ചിലപ്പോൾ ദോഷഫലങ്ങൾ വർദ്ധിക്കുന്നതുമാണ്. ദശാകാലവും ഗ്രഹചാരവശാലുള്ള ഫലവും കൂട്ടി വായിച്ചു വേണം ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ വർത്തമാനകാല ഫലത്തെ ചിന്തിക്കുവാൻ. വ്യാഴത്തിന്റെ രാശിമാറ്റ ഫലം ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളതിനോടൊപ്പം മറ്റ് ഗ്രഹങ്ങളുടെയും എല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള ലഘുവായിട്ടുള്ള സമ്പൂർണ്ണ വ്യാഴരാശിമാറ്റ ഫലമാണ് ഇപ്പോൾ പറയുന്നത്. ഇന്ന് നമുക്ക് അതിന്റെ തുടർച്ചയായിട്ട് കന്നിക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. കന്നിക്കൂറിൽ വരുന്നത് ചിത്രത്തിന്റെ 1/4 ഭാഗം, അത്തം, ചിത്രയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം അഷ്ടമരാശിയിൽ നിന്ന് 9-ാമത്തെ രാശിയിലേക്കാണ് മാറുന്നത്. 9-ൽ വ്യാഴം നിന്നാലുള്ള ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള ഫലത്തെ നമുക്കിന്ന് പരിശോധിക്കാം. ധർമ്മസ്ഥേ ഭാര്യാപുത്ര ധനാഗമഃ നിപുണത സിദ്ധി എന്നാണ്. അതായത് 9-ൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് ഭാര്യാലബ്ധി, സന്താന സിദ്ധി, ധനലാഭം, സൽക്കർമ്മം ചെയ്യാനുള്ള അവസരങ്ങൾ വരിക, കൂടാതെ ആജ്ഞാശക്തിയും കർമ്മസിദ്ധിയും ലഭിക്കുന്നതുമാണ്. അനുകൂല ഫലത്തെയാണ് വ്യാഴം പ്രദാനം ചെയ്യുന്നത്. അതായത് ദാമ്പത്യ സുഖം, സന്താന സൗഖ്യം, ധനലാഭം, സൽക്കർമ്മം, ആജ്ഞാശക്തി എന്നീ ഫലങ്ങളോടൊപ്പം തന്നെ മറ്റെല്ലാ കാര്യത്തിലും വളരെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് എന്നർത്ഥം. പുതിയ ആശയങ്ങളൊക്കെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിലൂടെ മറ്റുള്ളവരുടെ പ്രശംസയും അഭിനന്ദനങ്ങളും ആദരവും ഒക്കെ പിടിച്ചുപറ്റും. തൊഴിലിലൊക്കെ വലിയ പുരോഗതി ദൃശ്യമാകുന്നതാണ്. ഗ്രഹോപകരണങ്ങളും ആഡംബര വസ്തുക്കളും ഒക്കെ വാങ്ങാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. വീട് ഓടി മേടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാകും. വിദേശയാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂല സമയമാണ്. കുടുംബത്തിൽ ഐക്യവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നതാണ്. ബന്ധുജനങ്ങളുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഇല്ലാതായി കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ സുഖാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. സന്താന സൗഖ്യം ഉണ്ടാകുന്ന സമയമാണ്. സന്താനങ്ങളെ കൊണ്ട് നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. വ്യാഴത്തിന്റെ 9-ലെ സ്ഥിതി മൂലം കന്നിക്കൂറുകാർക്ക് പരാജയ സാധ്യതയുള്ള മത്സരങ്ങളിൽ പോലും വിജയിക്കാൻ സാധിക്കുന്നതാണ്. സമുദായം, ഇതര സംഘടനകൾ തുടങ്ങിയവയിൽ ഏതെങ്കിലുമൊക്കെ നേതൃസ്ഥാനം ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാഹചര്യമുണ്ട്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴത്തിന്റെ രാശിമാറ്റം ഇത്രയും കാര്യങ്ങളാണ് നൽകുക. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ശനി 6-ലാണ്, രാഹു കേതുക്കൾ 7-നും ജന്മരാശിയിലുമായിട്ട് സ്ഥിതി ചെയ്യുന്നു. സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വഴിപാട് നടത്തുക, മറ്റു ദോഷങ്ങളൊക്കെ അത് ഇല്ലാതാക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് തുലാക്കൂറുകാരുടെ വ്യാഴരാശിമാറ്റ ഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.